നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുന്നു. എ ക്ലാസ് മണ്ഡലങ്ങളടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. വട്ടിയൂർക്കാവിൽ പ്രഥമ പരിഗണന ആർ ശ്രീലേഖയ്ക്കാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും മത്സര രംഗത്തുണ്ടാകും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇത്തവണ മത്സരിക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. വട്ടിയൂർക്കാവ് തന്നെയായിരിക്കുമോ മത്സരിക്കും? ഒപ്പം തന്നെ ആർ ശ്രീലേഖ മത്സരിക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. മത്സരിക്കാൻ തയ്യാറാകുന്നു. ആരൊക്കെയാണ് ഈ 35 പേർ പട്ടികയിൽ ഉൾപ്പെട്ടവർ? അക്ഷയ, സാധ്യതാ പട്ടിക ഇന്നലെ ചേർന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപം നൽകിയത്. 35 പേരുടെ 35 സീറ്റുകളിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. ഓരോ മണ്ഡലത്തിലും 3 പേരുടെ വരെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോഴും ചില പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം, അതായത് അതിൽ മാറ്റമുണ്ടാകില്ല. അത് അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. ഒന്ന് നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ആ മണ്ഡലത്തിൽ മത്സരിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേമം മണ്ഡലം എന്നത് BJPയുടെ സംഘടനാ മണ്ഡലം എടുക്കുമ്പോൾ 2 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ 2 മണ്ഡലങ്ങളിലെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. അപ്പോൾ നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെയാകും വി മുരളീധരൻ മത്സരിക്കുക. അവിടെയൊന്നും വേറെ സംശയങ്ങളില്ല. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെ. കാരണം വട്ടിയൂർക്കാവിലാണ് സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നത്. അത് സർവേ നടത്തിയ സംഘം നൽകിയ പേര് കൂടിയായിരുന്നു. പക്ഷേ കെ സുരേന്ദ്രനോട് മഞ്ചേശ്വരത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് മത്സരിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ജയപരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെ മത്സരിച്ചാൽ മതി, അവിടെ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം അങ്ങനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ സി കൃഷ്ണകുമാർ തന്നെ മത്സരിക്കും. അവിടെ മാറ്റങ്ങൾ ഉണ്ടാകില്ല. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നടപടിക്രമത്തിന്റെ ഭാഗമായി ഒന്നിലധികം പേരുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊരു മാറ്റവും ഉണ്ടാകാത്തത് ഇത്തരം മണ്ഡലങ്ങളാണ്. അതേസമയം തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും എ ക്ലാസ് മണ്ഡലങ്ങളായ 4 മണ്ഡലങ്ങൾ, അതായത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പേരെത്തിയിട്ടില്ല. അപ്പോഴും നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആർ ശ്രീലേഖ IPSന്റെ പേര് തന്നെയാണ്. ആർ ശ്രീലേഖ IPS ഒന്നിലധികം തവണ താൻ 5 വർഷത്തേക്ക് ഇനി മറ്റൊരു മത്സരത്തിനില്ല, നഗരസഭാ കൗൺസിലറാണ്, പക്ഷേ മറ്റൊരു മത്സരത്തിനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം നിർബന്ധിച്ചാൽ അവർ മത്സരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നേതൃത്വം. മാത്രമല്ല, അവരെ മത്സരരംഗത്തിറക്കുന്നതിനായി കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദമടക്കം സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം BJPയുടെ എ ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ സെൻട്രൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരമന ജയന്റെ പേരിനാണ് പരിഗണനയെങ്കിലും അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ച നടൻ കൃഷ്ണകുമാറിന്റെ പേരും സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. മറ്റു മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രന്റെ പേര് ഒന്നിലധികം മണ്ഡലങ്ങളിൽ, വട്ടിയൂർക്കാവിൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള താല്പര്യമുണ്ട് എന്നും പാർട്ടി നേതൃത്വ കേന്ദ്രങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രനെ മത്സരിക്കാനായി പരിഗണിക്കുന്നത് പ്രധാനമായും പാലക്കാട്, അല്ലെങ്കിൽ കായംകുളം, ഒപ്പം തന്നെ അല്ലെങ്കിൽ ഹരിപ്പാട്, ഈ 3 മണ്ഡലങ്ങളിൽ ഒന്നിലായിരിക്കും ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുക. അതാത് ജില്ലകളിൽ, അതായത് ഇപ്പോൾ പാലക്കാടൊക്കെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിന് അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഘടകം അതാത് ജില്ലാ നേതൃത്വങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മുതിർന്ന നേതാക്കളുടെ മത്സരത്തിന്റെ ചിത്രമെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 35 സീറ്റുകളിലേക്കുള്ള ഒന്നിലധികം പേരുകൾ വരുന്ന സാധ്യതാ പട്ടിക തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് നൽകുമ്പോൾ 35 സീറ്റുകളിലേക്കുള്ള എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ BJP എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള 35 സീറ്റുകളിലേക്കുള്ള പേരുകൾ, അതിൽ പല മണ്ഡലങ്ങൾ പലരുടെയും പേരിനൊപ്പമുണ്ട്. ചിലർക്ക് കൃത്യമായി തന്നെ ഒരു മണ്ഡലം തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. എന്തായാലും ആദ്യം തന്നെ ആ പട്ടിക പുറത്തു വരികയാണ്.